ഹേ ഗൈസ്, അങ്ങനെ ക്രിസ്മസ് പരിപാടിയുടെ ഡെക്കറേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ ഇറങ്ങി. ഇനി അതാ റൈറ്റിലോട്ട് പോകണം. പോയിട്ട് അവിടെ എന്താ പരിപാടി എന്ന് അറിഞ്ഞൂടാ. വാർഡൻ ജസ്റ്റ് നമ്മളോട് പറഞ്ഞു നമ്മൾ ഇറങ്ങി. ഇത്രയും പേരുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് മറ്റേ മൂത്തമ്മന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ പോയിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കാണിച്ചത് എന്താണെന്ന് അറിയാം. അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വാർഡൻ. അപ്പോൾ പിള്ളേരൊക്കെ പണികൾ തകൃതിയിൽ നടക്കുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൂടായിപ്പം കാണിക്കാൻ. നമ്മൾ 5 മലയാളീസേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസാണ്. വാർഡൻ മേഘാലയക്കാരിയാ. അപ്പം അവരുടെ കുരങ്ങിനെ വെല്ലുന്ന സാധനങ്ങളാണ് ഗൈസ്. കണ്ടില്ലേ, വലിഞ്ഞു കയറി കഴിഞ്ഞ്. ഏതാ കഴിവ്? കൂട്ടത്തിലും കാണും ഉടായ്പ് കാണിക്കുന്ന കുറേ എണ്ണം. വന്നപ്പം മുതൽ തന്നെ ഈ ഒരു സാധനം പിടിച്ചോണ്ട് നിൽക്കില്ല. ചെറിയെന്നും പറഞ്ഞോണ്ടിരിക്കുവോ കുറെ നേരമായി. അടുത്ത പരിപാടി ക്രിസ്മസ് ട്രീയിൽ സാധനങ്ങൾ ചാർത്തുന്ന പരിപാടിയാണ്. ഇതിനൊന്നും പകുതി എണ്ണത്തിന് നൂലില്ല. എന്തായാലും നമ്മളെ കൊണ്ടാവുന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RRൻ്റെ ഓപ്പൺ സ്റ്റേജ്. നേരത്തെ ആംഫി തിയേറ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് പൊളിച്ചു കളഞ്ഞപ്പം ഇപ്പം ഇവിടാണ് ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ. ബാംഗ്ലൂരിലെ തണുപ്പ് ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല. പ്രിയയുടെ സ്നേഹം കണ്ടോ? ഷുട്ടാപ്പിക്ക് പുതപ്പ് വിരിച്ചു കൊടുക്കുന്നു. ബാംഗ്ലൂർ ഭയങ്കര തണുപ്പാണ് ഗൈസ്, ഒരു രക്ഷയില്ല. രാവൊന്നും പകലൊന്നും ഇല്ലാതെ തണുത്ത് വിറയ്ക്കും ഇവിടെ എല്ലാവരും. മതിയടി വല്ലവരും ചവിട്ടും. ആരാന്ന്? അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ടൈപ്പ് കാണിച്ച് നടന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സമയം പോയി 9:45 നമ്മൾ ഹോസ്റ്റലിൽ കയറാൻ പോവാം. എല്ലാവരും ഉണ്ട്. അപ്പോൾ ശരിയാണ്. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.